രസം ഒരു ചെറിയ സംഭവമൊന്നുമില്ല കേട്ടോ. നമ്മളിന്നൊരു സ്പെഷ്യൽ രസമാണ് ഉണ്ടാക്കുന്നത്. നാരങ്ങയൊക്കെ ചേർത്ത ഒരു രസം, നാരങ്ങ രസം. അപ്പോൾ അതിനെ ഈ വലിയ നാരങ്ങ ആയതുകൊണ്ടാണ് ഞാൻ കഷ്ണമാക്കി വെച്ചിട്ടുണ്ട് വലിയ നാരങ്ങ. പിന്നെ 2 തക്കാളി നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. നാരങ്ങ ഇതുപോലെ തോല് കളഞ്ഞ് ഇതേപോലെ എടുത്തു വെച്ച്, ചെറുനാരങ്ങയാണെങ്കിൽ പിഴിഞ്ഞൊഴിച്ചാൽ മതി. ഇനി ചട്ടി അടുപ്പ് വെച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമുക്ക് ഉലുവയിടാം. ഉലുവയിട്ടൊന്ന് പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് കടുകിടാം. ഇനി കറിവേപ്പില ഇടണം കേട്ടോ. കറിവേപ്പില എൻ്റെ ഇരിപ്പം ഇല്ലാത്തതുകൊണ്ടാണ്. അതിനുശേഷം നമ്മൾ ഈ നാരങ്ങ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം. ചെറുനാരങ്ങയാണെങ്കിൽ ലാസ്റ്റ് പിഴിഞ്ഞൊഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇത് വഴറ്റി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം. മഞ്ഞപ്പൊടി ചേർത്തു. ഇനിയുള്ളത് ജീരകപ്പൊടിയാണ്. ഇനി നമ്മൾ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ മുളക് പൊടി. ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം. നന്നായിട്ട് വഴറ്റിക്കഴിഞ്ഞ് നല്ല മണം വരുന്നുണ്ട്. ഈ സമയത്ത് നന്നായിട്ട് ഒന്ന് പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് കായപ്പൊടി ചേർക്കണം. കായം അത്യാവശ്യമാണ് രസത്തിന്, നല്ല മണമായിരിക്കും കായം ചേർത്ത് കഴിയുമ്പോൾ. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ തക്കാളി ഉണ്ടല്ലോ, അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന്, ഈ സമയത്ത് കാന്താരിയും പിന്നെ പച്ചമുളകും ഒക്കെ ചേർക്കാം, ഇളക്കുക. നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് ഉപ്പ് ചേർക്കണം. മല്ലിപ്പൊടി ചേർക്കാൻ മറന്നുപോയി, അത് ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് വെട്ടി തിളയ്ക്കുമ്പോൾ കറിവേപ്പിലയും മല്ലിയിലയും ചേർത്ത് അടച്ചങ്ങോട്ട് വെക്കുക. അതിനുശേഷം നല്ല ചൂട് ചോറിലോട്ട് രസം ഒഴിക്കുക. പിന്നെ വേറെ കറിയൊന്നും വേണ്ട. ഞാനാണെങ്കിൽ ഇതിനകത്തോട്ട് പിന്നെ പാവയ്ക്ക വറ്റലുണ്ടല്ലോ, പാവയ്ക്ക വറ്റൽ ചേർത്താണ് കഴിച്ചത്. നന്നായിട്ട് രസം ഒഴിച്ച്, നല്ല ചൂട് രസം ഒഴിച്ചിട്ട് ചോറ് കഴിച്ചു. ബാക്കി രസമൊക്കെ കുടിച്ചു. അടിപൊളിയായിരുന്നു.